ഇറാൻ യുദ്ധം തുടങ്ങിയ നാൾ മുതൽ അമേരിക്കയുടെ യുദ്ധമുറ എന്നത് വ്യോമാക്രമണമായിരുന്നു. ഇറാൻ മേഖലയിൽ നിലയുറപ്പിച്ച കപ്പലുകളിൽ നിന്ന് പൊങ്ങുന്ന വിമാനങ്ങൾ ഇറാനിൽ വ്യാപകമായി ബോംബുകൾ വർഷിച്ചു. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഇസ്രായേലിന്റെ അയൺ ഡോം പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ എല്ലാ ബോംബും ഇറാൻ മണ്ണിൽ വീണ് പൊട്ടിച്ചിതറി. നിരവധി പേർ കൊല്ലപ്പെട്ടു. കെട്ടിടങ്ങൾ തവിടുപൊടിയായി. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയും മറ്റ് 50ഓളം പേരെയും വ്യോമാക്രമണത്തിലൂടെ തന്നെയാണ് കൊലപ്പെടുത്തിയത്. അങ്ങനെയാണ് യുദ്ധം ആരംഭിച്ചത് തന്നെ. യുദ്ധമുറകളിൽ ആദ്യത്തേത് വ്യോമാക്രമണം തന്നെയാണ്. ശത്രുവിന്റെ ആക്രമണശേഷി കുറയ്ക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക, പിന്നീട് സൈനികർ കരയുദ്ധം നടത്തുക. ഇതാണ് പൊതുവെയുള്ള യുദ്ധതന്ത്രം. ഇറാന്റെ വ്യോമശക്തിയും നാവികശക്തിയും ക്ഷയിപ്പിച്ചു എന്ന് അമേരിക്ക പലതവണ അവകാശപ്പെട്ടതാണ്. ഇറാൻ ഇത് തള്ളാനോ കൊള്ളാനോ തയ്യാറായിട്ടുമില്ല. കാരണം അവരുടെ ശക്തി മിസൈലുകളാണ്. പല പ്രഹരപരിധിയിലുള്ള പല ശ്രേണിയിലുള്ള മിസൈലുകൾ ഇറാനുണ്ട്. അതൊക്കെയും നശിപ്പിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലകുറി അവകാശപ്പെട്ടതുമാണ്. എന്നാൽ അമേരിക്ക ഓരോ തവണ വ്യോമാക്രമണം നടത്തുമ്പോഴും ശക്തമായി തിരിച്ചടി ഇറാൻ നൽകുന്നത് മിസൈലുകൾ പായിച്ചാണ്. കഴിഞ്ഞ 5 മാസവും ഈ രീതിയാണ് യുദ്ധത്തിൽ കാണുന്നത്. വ്യോമാക്രമണം കൊണ്ട് ഉണ്ടാക്കാവുന്ന നാശമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞുവെന്നും ഇനി നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ ഗുണമില്ലാത്തതാണ് എന്നും US സെൻട്രൽ കമാൻഡ് അഥവാ സെൻകോമിന്റെ തലവൻ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ പറഞ്ഞിട്ടുമുണ്ട്. അമേരിക്കൻ പ്രതിരോധ വിദഗ്ധരുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും അഭിപ്രായവും ഇതുതന്നെയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇറാനെതിരെ പുതിയ യുദ്ധരീതികൾക്ക് പദ്ധതിയിടുകയാണ് അമേരിക്ക. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ അടിയന്തരമായി പുതിയ തന്ത്രങ്ങളും ആശയങ്ങളും തേടുകയാണ് സെൻകോം എന്നാണ് റിപ്പോർട്ടുകൾ. മാസങ്ങളായി തുടരുന്ന കനത്ത വ്യോമാക്രമണങ്ങൾ കൊണ്ടും ലക്ഷ്യം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെയാണ് സൈന്യത്തിനുള്ളിൽ തന്നെ പരമ്പരാഗതമല്ലാത്ത പുതിയ വഴികൾക്കായുള്ള തിരച്ചിൽ സജീവമായത്. സെൻകോം ഇന്റലിജൻസ് വിഭാഗത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ സൈനിക വിശകലന വിദഗ്ധർക്ക് അയച്ച ഇമെയിലിലെ വരികൾ ഇങ്ങനെ: ഞങ്ങൾക്ക് പുതിയ ആശയങ്ങൾ ആവശ്യമാണ്. ഇറാനെ സമ്മർദ്ദത്തിലാക്കാനും ആക്രമിക്കാനും പരമ്പരാഗതമല്ലാത്ത പുതിയ വഴികൾ ഞങ്ങൾ തിരയുകയാണ്. അതായത് സൗദി അറേബ്യയുടെ ഇടപെടൽ മൂലം ട്രംപ് താൽക്കാലികമായി ആക്രമണത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും ഇറാനെ സമ്മർദ്ദത്തിലാക്കാനുള്ള വഴികൾ തേടുകയാണ് അമേരിക്കൻ സൈന്യം എന്ന് ചുരുക്കം. ഇറാനെതിരെ ശക്തമായ പുതിയ വ്യോമാക്രമണങ്ങൾ നടത്തുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് തൊട്ടു പിന്നാലെയാണ് ഈ മെയിൽ പുറത്തു വന്നിരിക്കുന്നത്. വീണ്ടും ഒരു വൻ യുദ്ധസാധ്യത ഒഴിവാക്കാൻ ഉന്നതതല നയതന്ത്ര ഇടപെടലുകൾ നടന്നതിന്റെ ഫലമായാണ് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി റദ്ദാക്കിയത്. സൗദി കിരീടാവകാശി ട്രംപിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും സാഹചര്യം ശാന്തമാക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഈ ഇടപെടലിനെ തുടർന്നാണ് വാരാന്ത്യത്തിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ച ആക്രമണ നീക്കത്തിൽ നിന്ന് ട്രംപ് താൽക്കാലികമായി പിന്മാറിയത് എന്ന് CNN റിപ്പോർട്ട് ചെയ്തതാണ്. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങളും ഇറാന്റെ ആണവ നിലയങ്ങളും ലക്ഷ്യമിട്ട് അമേരിക്ക ശക്തമായ ആക്രമണം നടത്തുന്നുണ്ട് എങ്കിലും അമേരിക്ക ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് ഇറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പലതവണ മിസൈൽ കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടും ഇറാന്റെ മിസൈൽ കൂമ്പാരം വർദ്ധിച്ചിട്ടേ ഉള്ളൂ എന്നാണ് അമേരിക്ക മനസ്സിലാക്കിയിരിക്കുന്നത്. പിക്കാക്സ് മൗണ്ടൻ മലനിരകളിൽ വളരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ കേവലം ബോംബാക്രമണം കൊണ്ട് മാത്രം സാധിക്കില്ല എന്ന് CIA, DIA എന്നീ US ഇന്റലിജൻസ് ഏജൻസികൾ വിലയിരുത്തുന്നു. വ്യോമസേനയുടെ കരുത്തിന് അതിരുകളുണ്ട് എന്ന ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ന്റെ പരസ്യ പ്രസ്താവനയും അവരുടെ ധാരണകൾ പ്രതിഫലിപ്പിക്കുന്നതാണ്. എന്നാൽ യുദ്ധമുഖത്ത് സ്വാഭാവികമായി ഉപയോഗിക്കാവുന്ന തന്ത്രങ്ങൾ നടപ്പിലാക്കുക അമേരിക്കയ്ക്ക് അത്ര എളുപ്പമല്ല. ഇറാനിലേക്ക് പൂർണ്ണമായ ഒരു കരസേന ആക്രമണം നടത്തുക എന്നത് മാത്രമാണ് നിലവിൽ ആകെയുള്ള വഴി. പക്ഷേ ട്രംപിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകും, പ്രത്യേകിച്ച് നവംബറിലെ സെനറ്റ് തെരഞ്ഞെടുപ്പിൽ. കരയുദ്ധം പോയിട്ട് യുദ്ധമേ വേണ്ട എന്നതാണ് ഭൂരിപക്ഷം ജനതയുടെയും വികാരം. അതിനെതിരെ തിരിയാൻ ട്രംപിന് ധൈര്യം പോരാ. ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടിക്കും എന്നൊക്കെ പറയുന്നത് ഇറാനെ ചർച്ചകളിലേക്ക് കൊണ്ടുവരാനാണ് എന്ന് അന്താരാഷ്ട്ര വിദഗ്ധരും പറയുന്നു. കരയുദ്ധമെന്നാൽ സൈനികർ ഇറാൻ മണ്ണിൽ ഇറങ്ങി നേരിട്ട് ഇറാനിൽ ആക്രമണം നടത്തുന്നതാണ്. 5 മാസം വ്യോമാക്രമണം നടത്തി യുദ്ധം ചെയ്തപ്പോൾ തന്നെ പല സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലുമായി 18 അമേരിക്കൻ സൈനികരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. കരയുദ്ധത്തിൽ ദിവസവും ഉണ്ടാകാവുന്ന ആൾനാശം ഈ 5 മാസത്തിൽ ഉണ്ടായതിൻ്റെ ഇരട്ടിയാകുമെന്ന ആശങ്കയുമുണ്ട്. പോരാത്തതിന് വിദേശ യുദ്ധങ്ങളിൽ അമേരിക്കൻ സൈനികരെ ബലി കൊടുക്കില്ല എന്ന റിപ്പബ്ലിക്കന്മാരുടെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ ട്രംപിന് കഴിയുകയുമില്ല.
സുഹൃത്ത് രാജ്യങ്ങളായ ഗൾഫ് അറബ് രാജ്യങ്ങളിൽ വ്യോമ പ്രതിരോധ മിസൈലുകൾ കുറഞ്ഞത് മറ്റൊരു വെല്ലുവിളിയാണ്. മാസങ്ങളായുള്ള ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുത്തത് പാട്രിയറ്റ് പോലുള്ള പ്രതിരോധ മിസൈലുകൾ ഉപയോഗിച്ചാണ്. ഇറാനാകട്ടെ തുരുതുര മിസൈലുകളിട്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കുകയും ചെയ്യുന്നു. കൂടുതൽ മികവുള്ള പ്രതിരോധ സംവിധാനം ആവശ്യമുള്ള സാഹചര്യത്തിൽ നിലവിലെ സംവിധാനം തന്നെ നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയാണ്. ഇറാൻ സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ വൻ ആൾനാശമുണ്ടാകുമെന്നതും അമേരിക്കയ്ക്ക് വലിയ ആശങ്കയാണ്. സുരക്ഷ വാഗ്ദാനം ചെയ്താണ് ഗൾഫ് അറബ് രാജ്യങ്ങളിൽ അമേരിക്ക സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത്. അതേ കാരണം കൊണ്ടാണ് ഈ രാജ്യങ്ങൾ ഇറാന്റെ ആക്രമണം നേരിടുന്നതും. നാശനഷ്ടം വലിയൊരു തരത്തിൽ ഉണ്ടാകാത്തത് അമേരിക്ക നൽകിയ പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇവ കിട്ടാതായാൽ രാജ്യങ്ങൾക്ക് അമേരിക്കയിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ ആ രാജ്യങ്ങളിൽ നടക്കാതെ വരും. ഇപ്പോൾ തന്നെ പല ഗൾഫ് രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളുമായി പ്രതിരോധ കരാറുകളിൽ ഏർപ്പെടുന്നുണ്ട്. അമേരിക്കൻ സ്വാധീനവും ആധിപത്യവും അറബ് ഗൾഫ് മേഖലയിൽ തുടരണമെങ്കിൽ പ്രതിരോധ മിസൈലുകൾ ഉൾപ്പെടെ നൽകി അവരുടെ സംരക്ഷണം ഉറപ്പാക്കണം. ആ തീരുമാനത്തിന്റെ ഭാഗമായാണ് ലോകത്തിന്റെ പല ഭാഗത്തും വിന്യസിച്ചിരുന്ന പ്രതിരോധ സംവിധാനങ്ങൾ ഗൾഫ് മേഖലയിലേക്ക് അമേരിക്ക മാറ്റിയത്. ദക്ഷിണ കൊറിയയിലെ പ്രതിരോധ മിസൈലുകൾ മാറ്റിയതിനെ അവർ വിമർശിച്ചിരുന്നു. ആണവശക്തിയായ ഉത്തര കൊറിയയിൽ നിന്ന് ഏത് നിമിഷവും ആക്രമണം ഉണ്ടായേക്കാമെന്ന് ഭയപ്പെടുന്ന ദക്ഷിണ കൊറിയയ്ക്ക് ആശ്വാസം നൽകിയിരുന്നത് അമേരിക്ക നൽകിയ പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു. മിസൈലുകൾ കുറഞ്ഞാൽ നേരിട്ടുള്ള ആക്രമണങ്ങളെ തടയാൻ അമേരിക്കയ്ക്ക് കഴിയാതെ വരുമെന്ന് പ്രതിരോധ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. സാഹചര്യം ഇത്തരത്തിൽ സങ്കീർണമാണ് എങ്കിലും ഇറാനെ കഠിനമായി പ്രഹരിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് ട്രംപ്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി ആക്രമണങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ് എന്ന് മാത്രം. പരമ്പരാഗത യുദ്ധമുറകൾ ഫലം കാണുന്നില്ല. ഇറാനുമേൽ പരമ്പരാഗത രീതിയായ വ്യോമാക്രമണമാണ് അമേരിക്കയും ഇസ്രായേലും നടത്തിയത്. ഇറാന് ശക്തമായ വ്യോമസേന ഇല്ലാത്തതിനാൽ അവരുടെ ആക്രമണങ്ങൾക്ക് ശക്തി ഉണ്ടാകില്ല എന്ന് അമേരിക്ക കരുതി. ഇസ്രായേലിന് പേടി ഇറാന്റെ മിസൈലുകളെയാണ്. പ്രതീക്ഷിച്ച പോലെ നിരവധി മിസൈലുകൾ ഇസ്രായേലി മണ്ണിൽ വീണു. എന്നാൽ പരമ്പരാഗതമായ രീതി വിട്ട് ചെലവ് കുറഞ്ഞ എന്നാൽ വളരെ ഫലപ്രദമായ സ്വയം പൊട്ടിത്തെറിക്കുന്ന ഡ്രോണുകളാണ് ഇറാൻ കൂടുതലായും ഉപയോഗിച്ചത്. തേനീച്ചക്കൂട്ടം പോലെ കൂട്ടമായി എത്തുമ്പോൾ അവരെ പ്രതിരോധിക്കാൻ ഗൾഫ് രാജ്യങ്ങളിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നന്നേ പാടുപെട്ടു. 100-ലധികം ഡ്രോണുകൾ ഒരുമിച്ചെത്തുമ്പോൾ 2-3 എണ്ണം ഭൂമിയിൽ പതിച്ച് നാശമുണ്ടാക്കിയിരുന്നു. എന്നാൽ എല്ലാ ഡ്രോണുകളുടെയും കൂടി വില കണക്കാക്കിയാൽ പോലും ഒരു പ്രതിരോധ മിസൈലിൻ്റെ 4-1 വരൂ. ആ തരത്തിൽ വലിയ സാമ്പത്തിക ബാധ്യത കൂടിയാണ് യുദ്ധം അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയത്. ഇവിടെ മാറി ചിന്തിച്ച ഇറാന് ആയുധങ്ങളുടെ കാര്യത്തിൽ വലിയ ചെലവ് വന്നിട്ടില്ല. രഹസ്യമായി ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും സാങ്കേതികവിദ്യാ സഹായവും ലഭിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ ആയുധം മിസൈലുകളോ ഡ്രോണുകളോ അല്ല, അത് ആ മേഖലയിലെ ഭൂപ്രദേശമാണ്. ഹോർമൂസ് ബാബൽ മന്ദേബ് കടലിടുക്കുകൾ അടച്ചിട്ടാൽ ലോകം പ്രതിസന്ധിയിലാകും. അപ്പോൾ സമ്മർദ്ദം അമേരിക്കയ്ക്ക് മേലാകും. 40 ദിവസത്തോളം യുദ്ധം ചെയ്തിട്ട് അമേരിക്ക പൊടുതിനെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഹോർമൂസ് കാരണമായിരുന്നു. പിന്നീട് ഇറാനുമായി ഒരു കരാറിൽ എത്തിയതും ഹോർമൂസ് തുറന്നു കിട്ടാനാണ്. ഹോർമൂസിലെ തങ്ങളുടെ നിയന്ത്രണം വിട്ടുകളയാൻ ഇറാൻ തയ്യാറാകാത്തതുകൊണ്ട് 13 ദിവസം കൂടി യുദ്ധം ചെയ്തു. ബാബൽ മന്ദേബിൽ കൂടി സഞ്ചരിച്ച സൗദിയുടെ കപ്പലുകൾ ഹൂത്തികൾ ആക്രമിച്ചതോടെ അമേരിക്കയ്ക്ക് മേൽ വീണ്ടും സമ്മർദ്ദമായി. ഇറാനെ കഠിനമായി പ്രഹരിക്കുമെന്ന് പറഞ്ഞ ട്രംപിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് സൗദിയുടെ ആശങ്കകൾ കാരണമാണ്. അങ്ങനെ സമ്മർദ്ദം എപ്പോഴും അമേരിക്കയ്ക്കാണ് ഉണ്ടാകുന്നത്, ഇറാനല്ല. ഈ അവസ്ഥയിൽ എന്ത് സർഗാത്മക യുദ്ധരീതിയാകും അമേരിക്ക അവലംബിക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം.